ദുബായ് നഗരത്തിലെ ഒരു ആഡംബര പെൻഹൌസിന്റെ മാർബിൾ ബാൽക്കണിയിൽ അവിടുത്തെ തണുത്ത കാറ്റേറ്റ് റയാൻ അൽ മഹാന നിൽപ്പുണ്ടായിരുന്നു. വിലുപിടിപ്പുള്ള സ്യൂട്ടും കയ്യിൽ തിളങ്ങുന്ന ബ്രാൻഡഡ് വാച്ചും ധരിച്ച അവൻ ആ നഗരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യവസായിയാണ്. ബിസിനസ് ലോകത്ത് റയാൻ എന്നാൽ പരാജയമറിയാത്ത ഒരു സാമ്രാജ്യമാണ്. വികാരങ്ങൾക്ക് അവന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലായിരുന്നു. എപ്പോഴും അവന്റെ കാതുകളിൽ ഫോൺ അമർന്നിരിപ്പുണ്ടായിരുന്നു. ലണ്ടനിലെ ഒരു വലിയ കമ്പനിയുമായുള്ള ലയനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അപ്പുറത്ത് നടക്കുന്നത്. കോടികളുടെ ബിസിനസ് ഡീലാണ്. മിസ്റ്റർ റയാൻ, പുതിയ കരാറിലെ വ്യവസ്ഥകൾ താങ്കൾക്ക് സമ്മതമാണോ? അപ്പുറത്ത് നിന്ന് അസിസ്റ്റന്റിന്റെ ചോദ്യമുയർന്നു. വ്യവസ്ഥകളിൽ എനിക്ക് മാറ്റങ്ങൾ വേണം. അൽമഹാന ഗ്രൂപ്പിന് ലാഭമില്ലാത്ത ഒരു കരാറിലും ഞാൻ ഒപ്പിടില്ല. റയാൻ വളരെ ശാന്തമായി എന്നാൽ അങ്ങേയറ്റം ഗാംഭീര്യത്തോടെ മറുപടി നൽകി. ഫോൺ സംഭാഷണം തുടരുന്നതിനിടയിൽ അവന്റെ കണ്ണുകൾ യാദൃശ്ചികമായി താഴെയുള്ള തിരക്കേറിയ തെരുവിലേക്ക് നീണ്ടു. അവിടെ ആഡംബര കാറുകൾ ചീറിപ്പായുന്ന റോഡിന്റെ വശത്തുള്ള നടപ്പാതയിൽ ഒരു കൂട്ടം ആളുകൾ കൂടിക്കിടക്കുന്നത് അവൻ കണ്ടു. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പ്രായമായ സ്ത്രീ ബോധരഹിതയായി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്നവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിലും വെറുതെ നോക്കി നിൽക്കുന്നതിന്റെയും തിരക്കിലായിരുന്നു. ആരും അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. നഗരത്തിന്റെ ഈ തിരക്കിലും സ്വാർത്ഥതയിലും റയാനെ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം പണം മാത്രം ലക്ഷ്യം വെച്ച് പായുന്ന മനുഷ്യരെയാണ് അവൻ എന്നും കണ്ടിട്ടുള്ളത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം റയാന്റെ കണ്ണുകൾ ഒരു കാഴ്ചയിൽ ഉടക്കി നിന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി നീലനിറമുള്ള ലളിതമായ ഒരു അപായ ധരിച്ച് പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവളുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് ആ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ ആ വൃദ്ധയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവരുടെ നാടിമിടിപ്പ് പരിശോധിച്ചു. ശ്വാസമെടുക്കുന്നില്ലെന്ന് മനസ്സിലായ നിമിഷം അവൾ തളർന്നു പോയില്ല. തന്റെ ഇരു കൈകളും കോർത്തു പിടിച്ച് ആ വൃദ്ധയുടെ നെഞ്ചിൽ ശക്തമായി അമർത്താൻ തുടങ്ങി. അവൾ അവർക്ക് CPR നൽകുകയായിരുന്നു. മിസ്റ്റർ റയാൻ, ലൈനിലുള്ളത് കേൾക്കുന്നുണ്ടോ? ഹലോ? ഫോണിന്റെ അപ്പുറത്ത് നിന്ന് അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റയാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഫോൺ പതുക്കെ കാതിൽ നിന്നും മാറ്റി. അവന്റെ ആകെ ശ്രദ്ധ താഴെ തെരുവിൽ മറ്റൊരാളുടെ ജീവനു വേണ്ടി പോരാടുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. നഗരത്തിന്റെ ഇരമ്പലും വാഹനങ്ങളുടെ ശബ്ദവും റയാന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അവന്റെ ലോകം ആ ഒരു കാഴ്ചയിലേക്ക് മാത്രമായി ചുരുങ്ങി. വിയർപ്പ് തുള്ളികൾ അവളുടെ നെറ്റിത്തടത്തിൽ പൊടിയുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ ശ്വാസവും ആ വൃദ്ധയുടെ ജീവന് വേണ്ടിയുള്ളതായിരുന്നു. ചുറ്റും നിൽക്കുന്നവരുടെ നിസ്സംഗതയ്ക്ക് നടുവിൽ ഒരു മാലാഖയെ പോലെ അവൾ പ്രകാശിച്ചു. കൃത്യമായ ഇടവേളകളിൽ അവൾ ആ വൃദ്ധയുടെ വായോട് വായി ചേർത്ത് ശ്വാസം നൽകി. വീണ്ടും നെഞ്ചിൽ അമർത്തിക്കൊണ്ടിരുന്നു. തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ആത്മാർത്ഥതയുള്ള നിസ്വാർത്ഥമായ ഒരു പോരാട്ടമായിരുന്നു അത്. പണത്തിന്റെയോ പദവിയുടെയോ സ്വാധീനമില്ലാത്ത കേവലം ഒരു ഹ്യൂമൻ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥന നിറഞ്ഞ പോരാട്ടം. റയാന്റെ ഉള്ളിൽ എവിടെയോ ഒരു വിറയൽ അനുഭവപ്പെട്ടു. കല്ലുപോലെ ഉറച്ചുപോയ അവന്റെ ഹൃദയത്തിൽ എന്തോ വന്ന് തട്ടുന്നതായി അവന് തോന്നി. മിനിറ്റുകൾ കടന്നുപോയി. ഒടുവിൽ ഒരു അത്ഭുതം പോലെ ആ പ്രായമായ സ്ത്രീ ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു വലിയ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും ദൂരെ നിന്ന് സൈറൺ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ആളുകൾ പെൺകുട്ടിയെ അഭിനന്ദിക്കാനായി അടുത്തേക്ക് വരാൻ തുടങ്ങിയതും അവൾ തന്റെ തോളിലെ ബാഗ് ശരിയാക്കി പതുക്കെ പിന്നോട്ട് മാറി. താൻ ചെയ്ത വലിയ കാര്യത്തിന് ആരുടെയും പ്രശംസയോ നന്ദിയോ അവൾക്ക് ആവശ്യമില്ലായിരുന്നു. ആംബുലൻസ് വന്ന് വൃദ്ധയെ കയറ്റുന്ന തിരക്കിലേക്ക് ആളുകളുടെ ശ്രദ്ധ മാറിയ ആ സെക്കൻഡുകൾക്കുള്ളിൽ ആ നീല അപായ ധരിച്ച പെൺകുട്ടി ജനക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു മറഞ്ഞു. റയാൻ ബാൽക്കണിയിൽ നിന്ന് ആഞ്ഞു നോക്കി. അവളുടെ മുഖം വ്യക്തമായി കാണാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അവൾ ആ തെരുവിലെ അനേകം മനുഷ്യർക്കിടയിൽ ഒടുവിൽ അപ്രത്യക്ഷയായി. റയാൻ കയ്യിലെ ഫോണിലേക്ക് നോക്കി. കോൾ കട്ടായിട്ടുണ്ടായിരുന്നു. അവൻ പതുക്കെ പെൻഹൌസിനുള്ളിലേക്ക് നടന്നു. വല്ലാത്തൊരു അസ്വസ്ഥത അവനെ വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു അവൾ? ഈ സ്വാർത്ഥ ലോകത്ത് മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ശ്വാസം പോലും നൽകാൻ തയ്യാറായ ആ പെൺകുട്ടി ആരാണ്? അവളുടെ ആ കണ്ണുകളിലെ തിളക്കം അവന്റെ മനസ്സിൽ നിന്ന് മായുന്നതേയില്ലായിരുന്നു. ആദ്യത്തെ കണ്ടുമുട്ടലിന് ശേഷം 3 ദിവസങ്ങൾ കടന്നുപോയിരുന്നു. എങ്കിലും റയാന്റെ മനസ്സിൽ നിന്ന് ആ നീല അപായ ധരിച്ച പെൺകുട്ടിയുടെ മുഖം ഒട്ടും മാഞ്ഞിരുന്നില്ല. കോടികളുടെ ബിസിനസ് ചർച്ചകൾക്കിടയിലും ഫയലുകൾ ഒപ്പിടുന്നതിനിടയിലും അവളുടെ ആ നിശ്ചയദാർഢ്യം നിറഞ്ഞ കണ്ണുകൾ അവന്റെ ഓർമ്മകളിൽ വന്ന് നിറഞ്ഞു. അവളെ കണ്ടെത്താനായി അവൻ തന്റെ അസിസ്റ്റന്റിനെ ചുമതലപ്പെടുത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. പുക പോലെ അവൾ ആ നഗരത്തിലെ ജനക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷയായിരുന്നു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വഴി ഒരുക്കുന്നുണ്ടായിരുന്നു.
പഴയ ദുബായിലെ ഒരു സാധാരണ അനാഥാലയത്തിന്റെ ഇടുങ്ങിയ മുറിയിലിരുന്ന് ലുബ്ന തന്റെ പുസ്തകങ്ങൾ ബാഗിലേക്ക് വെക്കുകയായിരുന്നു. നഴ്സിംഗ് പഠിച്ച് ഒരുപാട് ആളുകളെ സഹായിക്കണം എന്നതായിരുന്നു അവളുടെ ഏക സ്വപ്നം. അപ്പോഴാണ് അനാഥാലയത്തിന്റെ ഡയറക്ടർ ഫറ മാഡം അവളെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും അതേസമയം ഒരു ആശ്വാസവും ഉണ്ടായിരുന്നു. മോളെ ലുബ്ന, നിനക്കൊരു വലിയ സഹായം വന്നിട്ടുണ്ട്. ദുബായിലെ ഏറ്റവും വലിയ ധനിക കുടുംബമായ അൽ മഹാന തറവാട്ടിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. നിന്റെ കോളേജ് ഫീസും പഠന ചെലവുകളും മുഴുവൻ അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫറ മാഡം പറഞ്ഞു. അത് കേട്ടതും ലുബ്നയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. പഠനം പൂർത്തിയാക്കുക എന്നത് അവളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഫറ മാഡം തുടർന്നു, മോളെ, അതൊരു ദാനമല്ല, അതിലൊരു നിബന്ധനയുണ്ട്. ആ വീട്ടിലെ പ്രായമായ മുത്തശ്ശിയെ നോക്കണം. അവർക്ക് കാഴ്ചശക്തിയില്ല. അവരെ കുളിപ്പിക്കാനും ഭക്ഷണം നൽകാനും ഒപ്പം ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാനും ഒരാളെ അവർക്ക് വേണം. നീ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ആയതുകൊണ്ട് അവർക്ക് നിന്നെയാണ് താല്പര്യം. നിനക്ക് സമ്മതമാണോ? ഒട്ടും ആലോചിക്കാതെ ലുബ്ന തലയാട്ടി. കഠിനാധ്വാനം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ച അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ട വലിയൊരു വാതിലായിരുന്നു അത്. അൽ മഹാന എന്ന പേര് അവൾക്ക് കേട്ടുകേൾവി മാത്രമായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം ഒരു ചെറിയ ബാഗും കയ്യിലേന്തി ലുബ്ന അൽ മഹാന കൊട്ടാരത്തിന്റെ വലിയ കവാടത്തിന് മുന്നിലെത്തി. ആ വലിയ കൊട്ടാരം കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ ഭയന്നുപോയി. വലിയ മാർബിൾ തറകളും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന വലിയ അലങ്കാര വിളക്കുകളും ആ വീടിന്റെ ആഡംബരം വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് നടക്കുമ്പോൾ വലിയ ഗോവണിപ്പടിയിലൂടെ ആഭരണങ്ങൾ അണിഞ്ഞ് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സ്ത്രീ താഴേക്ക് ഇറങ്ങി വന്നു. റയാന്റെ ഉമ്മ സുൽത്താനയായിരുന്നു അത്. അവരുടെ കണ്ണുകളിൽ ഒരു അനാഥ പെൺകുട്ടിയോടുള്ള പുച്ഛം വ്യക്തമായിരുന്നു. നീയാണോ അനാഥാലയത്തിൽ നിന്ന് വന്ന ലുബ്ന? സുൽത്താനയുടെ ശബ്ദത്തിൽ ഗർവ് നിറഞ്ഞു നിന്നു. അതെ മാഡം, ഞാൻ ലുബ്ന, അവൾ വിനയത്തോടെ പറഞ്ഞു. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോ. നിന്റെ ജോലി എന്റെ അമ്മായിയമ്മയെ നോക്കുക എന്നത് മാത്രമാണ്. അവർക്ക് 92 വയസ്സായി, കാഴ്ചയില്ല, കുറച്ച് കടുപ്പമുള്ള സ്വഭാവമാണ്. എന്റെ മകൻ റയാന്റെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്. അതുകൊണ്ട് നീ ഈ വീടിന്റെ അന്തരീക്ഷം മറന്ന് പെരുമാറരുത്. എന്റെ മകന്റെ മുന്നിൽ ചെന്നുപെടരുത്. അവനോട് സംസാരിക്കരുത്. വേലക്കാർ നിൽക്കേണ്ടിടത്ത് നീ നിന്നാൽ മതി. നിന്റെ മുറി മുത്തശ്ശിയുടെ മുറിയുടെ അടുത്താണ്. സുൽത്താനയുടെ വാക്കുകൾ ലുബ്നയുടെ ആത്മാഭിമാനത്തിന് ഒരു മുറിവേൽപ്പിച്ചെങ്കിലും അവൾ അത് സഹിച്ച് ഉള്ളിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ മുറിയിൽ എത്തിയ ലുബ്ന കണ്ടത് ജനാലക്കരികിൽ വീൽചെയറിലിരുന്ന ശൂന്യതയിലേക്ക് നോക്കുന്ന മുത്തശ്ശിയെയാണ്. ലുബ്ന പതുക്കെ അവരുടെ അരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. ആരാ അത്? പുതിയ വേലക്കാരിയാണോ? മുത്തശ്ശി ചോദിച്ചു. അല്ല മുത്തശ്ശി, ഞാൻ ലുബ്ന. ഞാൻ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മുത്തശ്ശിക്ക് ഒരു കൂട്ടാകാൻ വന്നതാ. ലുബ്നയുടെ ആ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു. മുത്തശ്ശി തന്റെ വിറക്കുന്ന കൈകൾ നീട്ടി ലുബ്നയുടെ മുഖം തപ്പി നോക്കി. അവളുടെ നെറ്റിയിലും കവിളിലും തലോടി. നിനക്ക് നല്ല മനസ്സുള്ള കണ്ണുകളാണുള്ളത്. നിന്റെ സ്പർശനത്തിൽ ആ സ്നേഹമുണ്ട്. ഈ വീട്ടിൽ എല്ലാവർക്കും പണത്തിന്റെ പിന്നാലെ ഓടാനേ സമയമുള്ളൂ. എനിക്ക് നീ ഒരു നല്ല കൂട്ടായിരിക്കും, മുത്തശ്ശി പുഞ്ചിരിയോടെ പറഞ്ഞു. അന്ന് രാത്രി ലുബ്ന മുത്തശ്ശിയുടെ അരികിലിരുന്ന് ഒരു പഴയ കഥാപുസ്തകം മനോഹരമായ ശബ്ദത്തിൽ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. മുത്തശ്ശി വർഷങ്ങൾക്ക് ശേഷം മനസ്സു തുറന്ന് ചിരിച്ചുകൊണ്ട് അത് കേട്ടിരുന്നു. ആ സമയത്താണ് വലിയൊരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് റയാൻ വീട്ടിലെത്തുന്നത്. രാത്രി എത്ര വൈകിയാലും മുത്തശ്ശിയെ ഒരു നോക്കു കാണുക എന്നത് അവന്റെ പതിവായിരുന്നു. അവൻ പതുക്കെ മുത്തശ്ശിയുടെ മുറിയുടെ വാതിൽ തുറന്നു. മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ മുത്തശ്ശിയുടെ കട്ടിലിനരികിൽ തറയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ആ പെൺകുട്ടിയെ അവൻ കണ്ടു. അവളുടെ ശബ്ദം ആ മുറിയിലാകെ ഒരു മാന്ത്രികത നിറക്കുന്നുണ്ടായിരുന്നു. റയാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ലുബ്ന തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ റയാന്റെ കണ്ണുകളിലുടക്കി. റയാന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. ഇത് അവൾ തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസമായി താൻ ഉറക്കമില്ലാതെ തിരഞ്ഞുകൊണ്ടിരുന്ന ആ തെരുവിൽ വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച അതേ നീല അപായ ധരിച്ച പെൺകുട്ടി. അവൾ ഇപ്പോൾ തന്റെ സ്വന്തം വീട്ടിൽ തന്റെ മുത്തശ്ശിയുടെ അരികിലിരിക്കുന്നു. നീ ആരാണ്? ഉള്ളിലെ പരിഭ്രമം മറച്ചുവെച്ച് അല്പം ഗൗരവത്തിൽ റയാൻ ചോദിച്ചു. ലുബ്ന പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. കയ്യിലെ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ പറഞ്ഞു, ഞാൻ ലുബ്ന, മുത്തശ്ശിയെ നോക്കാൻ വന്നതാണ്. സുൽത്താന മേഡമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോഴേക്കും മുത്തശ്ശി ഇടപെട്ടു. റയാൻ, അവളെ ചോദ്യം ചെയ്ത് പേടിപ്പിക്കേണ്ട. അവൾ വളരെ നല്ല കുട്ടിയാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. റയാൻ ലുബ്നയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
യാതൊരു മേക്കപ്പുമില്ലാത്ത ലളിതമായ മുഖം, ഭംഗിയായി ധരിച്ച ഹിജാബ്. എന്നാൽ ആ കണ്ണുകളിൽ ഒരു പ്രത്യേക കാന്തികതയുണ്ടായിരുന്നു. അന്ന് 3 ദിവസം മുമ്പ് റോഡിൽ വെച്ച് ആ വൃദ്ധയെ രക്ഷിച്ചത് നീയല്ലേ? നീ എന്തിനാണ് ആരോടും പറയാതെ അവിടുന്ന് ഓടിപ്പോയത്? റയാൻ ചോദിച്ചു. ലുബന പതുക്കെ കണ്ണുകൾ താഴ്ത്തി മറുപടി നൽകി. എനിക്ക് അനാഥാലയത്തിൽ കൃത്യസമയത്ത് കയറണമായിരുന്നു. പിന്നെ ഞാൻ പ്രശംസയ്ക്ക് വേണ്ടിയല്ല അത് ചെയ്തത്. ആരുടെ ജീവനായാലും രക്ഷിക്കുക എന്നത് എന്റെ കടമയാണ്. അവളുടെ ആ മറുപടി റയാന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. താൻ ജീവിക്കുന്ന പണത്തിന്റെ ലോകത്തു നിന്നും എത്രയോ അകലെയാണ് ഈ പെൺകുട്ടിയുടെ ചിന്തകൾ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ ചെയ്തത് വലിയൊരു കാര്യമായിരുന്നു എന്ന് റയാൻ അവളോട് പറഞ്ഞു. അൽമഹാന തറവാട് അന്ന് വലിയൊരു ഉത്സവത്തിനൊരുങ്ങിയതുപോലെയായിരുന്നു. നഗരത്തിലെ പ്രമുഖ വ്യവസായികളും വിദേശ പ്രതിനിധികളും പങ്കെടുക്കുന്ന വമ്പൻ ബിസിനസ് വിരുന്ന് നടക്കുകയാണ് താഴത്തെ ഹാളിൽ. റയാന്റെ ഉമ്മ എല്ലാ കാര്യങ്ങളും വളരെ ഗർവോടെയാണ് നിയന്ത്രിച്ചിരുന്നത്. തന്റെ കുടുംബത്തിന്റെ പത്രാസും പണവും ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരവസരവും അവർ പാഴാക്കാറില്ല. മുകളിലത്തെ നിലയിൽ മുത്തശ്ശിയുടെ മുറിയിൽ ലുബന അപ്പോഴും തന്റെ ജോലിയിലായിരുന്നു. താഴെ നിന്നും ഉയരുന്ന സംഗീതത്തിന്റെ നേർത്ത ശബ്ദം കേൾക്കാമായിരുന്നെങ്കിലും അവൾക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അവൾ മുത്തശ്ശിക്ക് മരുന്നുകൾ നൽകി. പഴയ ദുബായിയുടെ ഓർമ്മകളെക്കുറിച്ച് മുത്തശ്ശി പറയുന്നത് വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് താഴത്തെ നിലയിൽ നിന്ന് വലിയൊരു ബഹളവും ആളുകളുടെ നിലവിളിയും ഉയർന്നത്. ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കൂ, ഇയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. സുൽത്താനയുടെ ഭയം നിറഞ്ഞ ശബ്ദം ഹാൾ മുറിച്ചു കടന്നുപോയി. ബഹളം കേട്ടതും ലുബന ഒന്നും ആലോചിക്കാതെ താഴേക്ക് ഓടി. താഴെ ഹാളിൽ വലിയൊരു കൂട്ടം ആളുകൾ ഭയന്നു വിറച്ചു നിൽപ്പുണ്ടായിരുന്നു. നടുവിൽ വില കൂടിയ സ്യൂട്ട് ധരിച്ച ഒരു മധ്യവയസ്കൻ ബോധരഹിതനായി തറയിൽ കിടക്കുന്നു. അയാളുടെ ശ്വാസം നിലച്ചിരുന്നു. ഹൃദയാഘാതമാണ്. ചുറ്റും നിന്ന ധനികരായ അതിഥികളും സുൽത്താനയും എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയായിരുന്നു. ആരും അയാളെ തൊടാൻ പോലും തയ്യാറായില്ല. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ലുബന അയാളുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവൾ അയാളുടെ നാടിമിടിപ്പ് പരിശോധിച്ചു. നാടിമിടിപ്പ് ഇല്ലായിരുന്നു. എല്ലാവരും ദയവായി കുറച്ച് മാറി നിൽക്കൂ, ഇയാൾക്ക് ശ്വാസമെടുക്കാൻ കുറച്ച് ആശ്വാസം വേണം. ലുബന ഉറച്ച ശബ്ദത്തിൽ ഉത്തരവിട്ടു. ഒരു നിമിഷം പോലും കളയാതെ അവൾ തന്റെ 2 കൈകളും കോർത്ത് അയാളുടെ നെഞ്ചിൽ ശക്തമായി അമർത്താൻ തുടങ്ങി. അവൾ മനസ്സിൽ എണ്ണിക്കൊണ്ട് CPR നൽകുകയായിരുന്നു. അവളുടെ നഴ്സിംഗ് പരിശീലനം ആ നിമിഷം പൂർണ്ണമായും അവൾ പുറത്തെടുത്തു. വിയർപ്പ് തുള്ളികൾ അവളുടെ മുഖത്ത് പൊടിയാൻ തുടങ്ങി. ആളുകൾ അത്ഭുതത്തോടെയും ഭയത്തോടെയും ആ അനാഥ പെൺകുട്ടിയെ നോക്കി നിന്നു. അപ്പോഴേക്കും റയാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ലുബന ഒറ്റയ്ക്ക് ഒരു ജീവന് വേണ്ടി പോരാടുന്നത് കണ്ടതും അവൻ അവളുടെ അരികിലേക്ക് ഇരുന്നു. ലുബന, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് പറയൂ. റയാന്റെ ശബ്ദത്തിൽ പരിഭ്രമമുണ്ടായിരുന്നു. എന്റെ കൗണ്ട് ശ്രദ്ധിക്കൂ റയാൻ. ഞാൻ 30 തവണ നെഞ്ചിലമർത്തുമ്പോൾ താങ്കൾ 2 തവണ കൃത്യമായി ഇയാൾക്ക് കൃത്രിമ ശ്വാസം നൽകണം. നമ്മൾ താളം തെറ്റിക്കരുത്. ലുബന റയാന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. റയാൻ തലയാട്ടി. ആ ആഡംബര പാർട്ടിയുടെ നടുവിൽ തറയിലിരുന്ന് അവർ 2 പേരും ഒന്നിച്ച് ആ ജീവനു വേണ്ടി പോരാടി. ഒടുവിൽ ഒരു അത്ഭുതം പോലെ ആ മനുഷ്യൻ ചുമച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. അയാൾ ദീർഘമായി ശ്വാസമെടുത്തു. അപ്പോഴേക്കും ആംബുലൻസ് എത്തിയിരുന്നു. പാരാമെഡിക്കൽ ജീവനക്കാർ അയാളെ സ്ട്രെച്ചറിലേക്ക് മാറ്റുമ്പോൾ ആ അതിഥി റയാന്റെയും ലുബിനയുടെയും കൈകളിൽ പിടിച്ചു നന്ദി പറഞ്ഞു. ഹാളിലുണ്ടായിരുന്നവർ ലുബിനയെ അഭിനന്ദിക്കാൻ തുടങ്ങിയതും അവൾ പതുക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി മുകളിലെ മുറിയിലേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ ലുബിനയുടെ മുറിയുടെ വാതിലിനടിയിലൂടെ ആരോ ഒരു കവർ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ അത് തുറന്നു നോക്കി. അതിനുള്ളിൽ തിളങ്ങുന്ന ഒരു ചെക്ക് ഉണ്ടായിരുന്നു. 50,000 ദിർഹംസ്. ഒപ്പം ഒരു ചെറിയ കുറിപ്പും. നിന്റെ കോളേജ് പഠനത്തിന് ഇതൊരു ചെറിയ സമ്മാനം എന്ന് റയാൻ. ആ തുക കണ്ടതും ലുബിനയുടെ കൈകൾ വിറച്ചു. ഒരു അനാഥ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോന്ന തുകയായിരുന്നു അത്. പക്ഷേ അവളുടെ മുഖത്ത് സന്തോഷമല്ല, പകരം സങ്കടവും ദേഷ്യവുമാണ് വന്നത്. അവൾ ആ ചെക്കുമെടുത്ത് നേരെ റയാന്റെ പേഴ്സണൽ സ്റ്റഡി റൂമിലേക്ക് നടന്നു. റയാൻ അപ്പോൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലുബന ആ ചെക്ക് അവന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. എന്താ ലുബന ഇത്? നിനക്ക് ഈ തുക ആവശ്യമുള്ളതല്ലേ? റയാൻ അത്ഭുതത്തോടെ ചോദിച്ചു. എനിക്ക് പണം ആവശ്യമുണ്ട് റയാൻ, പക്ഷേ അത് എന്റെ അധ്വാനത്തിന്റെ വിലയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ ദയയോ ഭിക്ഷയോ ആയിരിക്കരുത്. ലുബനയുടെ ശബ്ദം ഇടറിയില്ല. ഇത് ഭിക്ഷയല്ല ലുബന. നീ ഇന്നലെ ഒരു വലിയ മനുഷ്യന്റെ ജീവനാണ് രക്ഷിച്ചത്. അതിനുള്ള പ്രതിഫലമാണ്. റയാൻ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ ഇന്നലെ ആ മനുഷ്യനെ രക്ഷിച്ചത് നിങ്ങളുടെ ഈ ചെക്ക് പ്രതീക്ഷിച്ചല്ല. എന്റെ മുന്നിൽ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ സഹായിക്കുക എന്നത് ഒരു മനുഷ്യനെന്ന നിലയിൽ എന്റെ കടമയാണ്.
നിങ്ങളുടെ ഉമ്മ എന്നെ ഒരു വേലക്കാരിയായി മാത്രമേ കാണുന്നുള്ളൂ. അതിൽ എനിക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങളും എന്നെ ഒരു അനാഥയായി കണ്ട് പണം തന്ന് സഹായിക്കാൻ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന നിങ്ങളുടെ ധനികരുടെ ചിന്താഗതി എന്റെ ആത്മാഭിമാനത്തിന് മുന്നിൽ വിലപ്പോവില്ല മിസ്റ്റർ റയാൻ. ലുബിനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അതിൽ ആത്മാഭിമാനത്തിന്റെ ഒരു അഗ്നിയുണ്ടായിരുന്നു. റയാൻ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ പണത്തെ വേണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യനെ പോലും അവൻ കണ്ടിട്ടില്ലായിരുന്നു. അവന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒരു രൂപ പോലുമില്ല. പക്ഷേ അവളുടെ ആത്മാഭിമാനം തന്റെ കോടികളുടെ സാമ്രാജ്യത്തെക്കാൾ ഉയരത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. റയാന്റെ ഉള്ളിൽ അവളോട് വലിയ ബഹുമാനവും ആരാധനയും തോന്നി. എന്നോട് ക്ഷമിക്കണം ലുബിന, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല, റയാൻ പതുക്കെ പറഞ്ഞു. ശരി, നിന്റെ ആത്മാഭിമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. എങ്കിൽ നമുക്കൊരു ഡീലാകാം. നീ എന്റെ മുത്തശ്ശിയെ നോക്കുന്നതിന് ഞാൻ നിനക്ക് കൃത്യമായൊരു ശമ്പളം തരാം. അത് ചാരിറ്റി അല്ല, നിന്റെ കഠിനാധ്വാനത്തിന്റെ കൂലിയാണ്. അത് നിനക്ക് സ്വീകരിക്കാമല്ലോ. ലുബിന കുറച്ചു നേരം ആലോചിച്ചു. ശരി, അതിൽ എനിക്ക് സമ്മതമാണ്. പക്ഷേ എനിക്കും ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? റയാൻ ചോദിച്ചു. നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. വെറുതെ രാത്രി വന്ന് നോക്കി പോവുകയല്ല. മുത്തശ്ശിയോട് സംസാരിക്കണം. ബിസിനസ്സും ഫയലുകളും മാറ്റി നിർത്തി അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. അവർക്ക് പണമല്ല റയാൻ, നിങ്ങളുടെ സ്നേഹമാണ് ആവശ്യം, ലുബിന പറഞ്ഞു. റയാൻ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. പണം കൊടുത്ത് എല്ലാ കടമകളും തീർക്കാമെന്ന് കരുതിയ തന്റെ സ്വാർത്ഥതയ്ക്കേറ്റ ഒരു തിരിച്ചടിയായിരുന്നു അത്. അവൻ പതുക്കെ പുഞ്ചിരിച്ചു. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. റയാൻ തന്റെ കൈ ലുബിനക്ക് നേരെ നീട്ടി. ലുബിന പതുക്കെ അവന്റെ കൈകളിൽ പിടിച്ചു. ആ സെക്കൻഡിൽ അവരുടെ കൈകൾ തമ്മിൽ കോർത്തപ്പോൾ പണക്കാരനും അനാഥയും തമ്മിലുള്ള ദൂരമല്ല, മറിച്ച് 2 ശുദ്ധമായ ഹൃദയങ്ങൾ തമ്മിലുള്ള പുതിയൊരു ബന്ധത്തിന്റെ തുടക്കമാണ് അവിടെ കുറിക്കപ്പെട്ടത്. റയാന്റെ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് ലുബിന പഠിപ്പിച്ചു കൊടുത്ത ദിവസമായിരുന്നു അത്. ലുബിനയുമായുള്ള ആ കരാറിന് ശേഷം അൽമഹാന തറവാടിന്റെ അന്തരീക്ഷം മെല്ലെ മാറിമറിയാൻ തുടങ്ങിയിരുന്നു. പണത്തിന്റെ ഗാംഭീര്യവും ബിസിനസ് ചർച്ചകളുടെ നിശബ്ദതയും മാത്രം വലിഞ്ഞു മുറുക്കിയിരുന്ന ആ വലിയ കൊട്ടാരത്തിൽ ഇപ്പോൾ പ്രത്യാശയുടെ പുതുനാമ്പുകൾ മുളപൊട്ടിയിരുന്നു. ലുബിനയുടെ സാന്നിധ്യം ആ വീടിന്റെ ഓരോ കോണിലും ജീവൻ നിറച്ചു. അവൾ മുത്തശ്ശിയെ വീൽചെയറിലിരുത്തി തറവാടിന്റെ വലിയ പച്ചപ്പു നിറഞ്ഞ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വർഷങ്ങളായി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ മുത്തശ്ശിക്ക് തണുത്ത കാറ്റും പ്രഭാത സൂര്യന്റെ ചൂടും ലുബിന തിരികെ നൽകി. എല്ലാറ്റിലുമുപരി ലുബിനക്ക് നൽകിയ വാക്ക് റയാൻ കൃത്യമായി പാലിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം അവൻ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നേരത്തെ എത്തി. ലാപ്ടോപ്പും മൊബൈൽ ഫോണും മാറ്റിവെച്ച് അവൻ മുത്തശ്ശിയുടെ അരികിലിരുന്നു. ലുബിന ഉണ്ടാക്കി നൽകുന്ന ലളിതമായ ചായ കുടിച്ചുകൊണ്ട് അവർ 3 പേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. റയാൻ, മോനി ഈ അടുത്ത കാലത്തായി ഒരുപാട് മാറിയിരിക്കുന്നു. ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുത്തശ്ശി പറഞ്ഞു. ഞാൻ മാറിയെന്നോ? എന്ത് മാറ്റമാ മുത്തശ്ശി? റയാൻ പുഞ്ചിരിയോടെ ചോദിച്ചു. മോനിപ്പോൾ ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് നിന്റെ ചിരി കേട്ടിട്ട് വർഷങ്ങളായതുപോലെയായിരുന്നു. ബിസിനസിന്റെ ആ ഭാരമെല്ലാം ഇറക്കി വെച്ച് മോൻ സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ പഴയ റയാനെ തിരികെ കിട്ടിയതുപോലെ തോന്നുന്നു, മുത്തശ്ശി റയാന്റെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മേശയുടെ മറുപുറത്തിരുന്ന് ഇത് കേൾക്കുകയായിരുന്ന ലുബിന പതുക്കെ തല താഴ്ത്തി പുഞ്ചിരിച്ചു. റയാന്റെ കണ്ണുകൾ യാദൃശ്ചികമായി ലുബിനയുടെ മുഖത്തേക്ക് നീണ്ടു. അവൾ കാരണമാണ് തനിക്ക് ഈ സന്തോഷങ്ങളെല്ലാം തിരികെ ലഭിച്ചതെന്ന സത്യം അവൻ ഉള്ളാലെ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ദൂരെയൊരു ജനാലക്കരികിൽ നിന്ന് സുൽത്താന ഈ കാഴ്ചകളെല്ലാം കടുത്ത ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. സുൽത്താനയ്ക്ക് ഈ മാറ്റങ്ങൾ ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തന്റെ തണലിൽ വളർന്ന ബിസിനസ് ലോകത്തെ ഭയമില്ലാത്ത സിംഹമായ റയാൻ ഇപ്പോൾ ഒരു സാധാരണ അനാഥ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നു എന്നത് അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. റയാൻ ഓഫീസിൽ ചെലവഴിക്കുന്ന സമയം കുറയുന്നതും വീട്ടിലേക്ക് വരാൻ കാണിക്കുന്ന ആവേശവും സുൽത്താനയ്ക്ക് അപകടത്തിന്റെ ലക്ഷണങ്ങളായി തോന്നി. ഒരു ദിവസം വൈകുന്നേരം റയാൻ ബിസിനസ് ആവശ്യത്തിനായി പുറത്തുപോയ സമയം നോക്കി സുൽത്താന ലുബിനയെ വലിയ ഹാളിലേക്ക് വിളിച്ചു വരുത്തി. ഹാളിലെ വലിയ സോഫയിലിരുന്ന സുൽത്താന ലുബിനയെ മുകളിൽ നിന്നും താഴേക്ക് പുച്ഛത്തോടെ നോക്കി. ലുബിന, നീ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാളുകളായല്ലോ. നിന്റെ പെരുമാറ്റവും ചലനങ്ങളും ഞാൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. സുൽത്താനയുടെ ശബ്ദത്തിൽ തണുത്ത ക്രൂരതയുണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റുപറ്റിയോ മാഡം? മുത്തശ്ശിയുടെ കാര്യത്തിൽ ഞാൻ പരമാവധി, ലുബിന പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് സുൽത്താന കൈ ഉയർത്തി അവളെ തടഞ്ഞു. അഭിനയം നിർത്തു ലുബിന. അനാഥാലയത്തിൽ വളരുന്ന നീയൊക്കെ എന്ത് ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള വലിയ തറവാടുകളിൽ കയറി പറ്റുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം.
മുത്തശ്ശിയെ ശുശ്രൂഷിക്കുക എന്നത് നിന്റെ വെറുമൊരു മുഖംമൂടി മാത്രമാണ്. നിന്റെ യഥാർത്ഥ ലക്ഷ്യം എൻ്റെ മകൻ റയാനാണ്. സുൽത്താനയുടെ വാക്കുകൾ അടിപോലെ ലുബിനയുടെ കാതുകളിൽ വന്നു പതിച്ചു. മാഡം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് റയാൻ സാറിനോട് അങ്ങനെ ഒരു... ലുബിനയുടെ കണ്ണുകൾ നിറഞ്ഞു. മിണ്ടിപ്പോകരുത്. സുൽത്താന സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ലുബിനയുടെ അരികിലേക്ക് നടന്നു. റയാന്റെ പണവും പദവിയും കണ്ട് അവനെ നിന്റെ പ്രണയവലയിലാക്കി ഈ കൊട്ടാരത്തിലെ രാജ്ഞിയാകാമെന്ന് നീ വിചാരിക്കേണ്ട. നിന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ തന്ത്രങ്ങൾ എന്റെ മുന്നിൽ വില പോവില്ല. നീയൊരു അനാഥയാണ്. നിനക്ക് സ്വന്തമായി ഒരു വിലാസമോ കുടുംബപ്പേരോ പോലുമില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും അന്തസ്സും എവിടെ കിടക്കുന്നു? നീ എന്ന വെറും ഒരു വേലക്കാരി എവിടെ കിടക്കുന്നു? നിന്റെ ദാരിദ്ര്യം മാറ്റാൻ എന്റെ മകനെ കരുവാക്കാൻ ഞാൻ അനുവദിക്കില്ല. അപമാനത്തിന്റെ ആഴം താങ്ങാനാവാതെ ലുബിനയുടെ കൈകൾ വിറച്ചു. കണ്ണീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എങ്കിലും അവൾ തന്റെ ആത്മാഭിമാനം കൈവിട്ടില്ല. അവൾ സുൽത്താനയുടെ കണ്ണുകളിലേക്ക് നോക്കി. മാഡം, ഞാൻ ഒരു അനാഥയാണെന്നത് സത്യമാണ്. പക്ഷേ എനിക്ക് എന്റേതായ ആത്മാഭിമാനമുണ്ട്. റയാൻ സാറിന്റെ പണത്തോടോ ഈ കൊട്ടാരത്തോടോ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഒരു മനുഷ്യനെന്ന നിലയിലുള്ള ബഹുമാനം മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. എന്റെ ദാരിദ്ര്യം മാറ്റാൻ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ എനിക്കില്ല. ലുബിനയുടെ ശബ്ദം ഇടറിയെങ്കിലും അതിൽ ദൃഢതയുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കേണ്ട. റയാനിൽ നിന്നും നീ എത്രത്തോളം അകലം പാലിക്കുന്നുവോ അത്രത്തോളം നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ പഠനവും ജീവിതവും ഞാൻ എങ്ങനെ തകർക്കുമെന്ന് നീ കാണും. നാളെ മുതൽ എന്റെ മകന്റെ നിഴൽ പോലും നിന്റെ മേൽ വീണു പോകരുത്. ഇറങ്ങിപ്പോകൂ എന്റെ മുന്നിൽ നിന്ന്. സുൽത്താന ആക്രോശിച്ചു. തന്റെ മുറിയിലേക്ക് ഓടിയെത്തിയ ലുബിന കട്ടിലിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. ഒരു അനാഥയായതിന്റെ പേരിൽ താൻ നേരിട്ട ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. സുൽത്താനയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞിരുന്നു. അതേസമയം തന്റെ മനസ്സിൽ റയാനോട് കേവലം ബഹുമാനത്തിനപ്പുറം എന്തോ ഒരു വികാരം വളർന്നു വരുന്നുണ്ടെന്ന സത്യം അവൾ തിരിച്ചറിയുകയായിരുന്നു. അത് പ്രണയമാണോ? ഇല്ല, അത് പാടില്ല. തങ്ങൾക്കിടയിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമുണ്ട്. റയാൻ ഒരു രാജാവാണ്, താൻ വെറും ഒരു അനാഥയും. ആ ദൂരം ഒരിക്കലും ഇല്ലാതാവില്ല. അന്ന് രാത്രി റയാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ലുബിന മുത്തശ്ശിയുടെ മുറിയിലുണ്ടായിരുന്നില്ല. അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിലും റയാൻ ലുബിനയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവന്റെ മുന്നിൽ നിന്നും ഓടിയൊളിച്ചു. സംസാരിക്കാൻ വരുമ്പോൾ കണ്ണുകൾ തിരിച്ച് അവൾ വെറും ഒരു വേലക്കാരിയെ പോലെ അകലം പാലിച്ചു. റയാന് ലുബിനയുടെ ഈ മാറ്റം വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവളുടെ ആ പഴയ പുഞ്ചിരിയും ആത്മാഭിമാനം നിറഞ്ഞ സംസാരവും ഇല്ലാതായതുപോലെ അവൻക്ക് തോന്നി. തങ്ങൾക്കിടയിൽ വലിയൊരു ദൂരം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി. എങ്കിലും ലുബിനയുടെ മനസ്സിൽ സുൽത്താനെ വിതച്ച ആ ഭയത്തിന്റെയും അപമാനത്തിന്റെയും വിത്തുകൾ അവരെ രണ്ടുപേരെയും രണ്ട് ധ്രുവങ്ങളിലേക്ക് അകറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹോളിലെ സുൽത്താനയുടെ ക്രൂരമായ വാക്കുകൾക്ക് ശേഷം ലുബിന റയാനിൽ നിന്നും പൂർണ്ണമായും അകലം പാലിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ തന്റെ കടമകൾ കൃത്യമായി ചെയ്തുവെങ്കിലും റയാൻ മുറിയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. റയാന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ വെറുമൊരു വേലക്കാരിയെ പോലെ തലതാഴ്ത്തി നിന്നു. റയാന് അവളുടെ ഈ മാറ്റം വല്ലാതെ വേദനയുണ്ടാക്കിയെങ്കിലും അതിന് പിന്നിലെ കാരണം അവനെ മനസ്സിലായിരുന്നില്ല. മുത്തശ്ശിയുടെ ആരോഗ്യം പെട്ടെന്ന് വഷളായി. 92 വർഷം ഒരുപാട് നല്ല ഓർമ്മകളെയും മനുഷ്യരെയും നെഞ്ചിലേറ്റിയ ആ ഹൃദയം പതുക്കെ തളരുകയാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മുത്തശ്ശിയുടെ കിടക്കക്കരിയിൽ ലുബിന ഒരു നിമിഷം പോലും മാറാതെ കണ്ണീരോടെ ഇരുന്നു. റയാൻ തന്റെ ബിസിനസ് മീറ്റിംഗുകളും യാത്രകളും പൂർണ്ണമായി റദ്ദാക്കി മുത്തശ്ശിയുടെ കട്ടിലിന്റെ മറുപുറത്തിരുന്നു. അവൻ മുത്തശ്ശിയുടെ തണുത്ത കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം മുറിയിലേക്ക് നേർത്ത അസ്തമയ സൂര്യന്റെ വെളിച്ചം വീഴുന്ന സമയം മുത്തശ്ശി വളരെ പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. കാഴ്ചയില്ലെങ്കിലും തന്റെ ഇരുവശത്തും ഇരിക്കുന്നത് ആരൊക്കെയാണെന്ന് ആ വലിയ മനസ്സ് തിരിച്ചറിഞ്ഞു. മുത്തശ്ശി വല്ലാതെ വിറക്കുന്ന തന്റെ കൈകൾ പതുക്കെ ഉയർത്തി. റയാൻ, ലുബ്ന. മുത്തശ്ശിയുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. മുത്തശ്ശി, ഞങ്ങൾ ഇവിടെയുണ്ട്. റയാൻ അവരുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ലുബ്ന കരച്ചിൽ അടക്കാൻ പാടുപെടുകയായിരുന്നു. മുത്തശ്ശി റയാന്റെ കൈയും ലുബ്നയുടെ കൈയും പതുക്കെ തപ്പിപ്പിടിച്ച് ഒന്നിച്ച് ചേർത്ത് വെച്ചു. പെട്ടെന്ന് ലുബ്ന റയാന്റെ കൈകളിൽ നിന്നും തന്റെ കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും മുത്തശ്ശി അത് ശക്തമായി പിടിച്ചു വെച്ചു. എന്റെ മക്കളെ, നിങ്ങൾ പരസ്പരം അകലാൻ ശ്രമിക്കുന്നത് ഈ മുത്തശ്ശിയുടെ മനസ്സറിയുന്നുണ്ട്. ഈ വലിയ കൊട്ടാരത്തിൽ ഒരുപാട് പണമുണ്ട്, പക്ഷേ സ്നേഹമില്ല. ഈ നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രത്തേക്കാൾ വിലയുള്ളതാണ് യഥാർത്ഥ സ്നേഹം. ഈ ചെറിയ മനുഷ്യരുടെ ചെറിയ ചിന്തകൾക്ക് മുന്നിൽ നിങ്ങളുടെ സ്നേഹം തോറ്റുകൊടുക്കരുത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വാക്ക് തരണം. നിങ്ങളുടെ പ്രണയത്തിനു വേണ്ടി നിങ്ങൾ പോരാടുമെന്ന്. മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ഞങ്ങൾ വാക്ക് തരുന്നു മുത്തശ്ശി.
റയാന്റെയും ലുബിനയുടെയും ശബ്ദങ്ങൾ ഒന്നിച്ച് ആ മുറിയിൽ മുഴങ്ങി. മുത്തശ്ശിയുടെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. നല്ലത്, ഇനി എനിക്ക് ഉറങ്ങണം. ഞാൻ ഒരുപാട് തളർന്നിരിക്കുന്നു. അവർ രണ്ടുപേരെയും മുറിയിൽ നിന്ന് പുറത്തേക്ക് വിട്ട ശേഷം മുത്തശ്ശി കണ്ണുകൾ പൂട്ടി. 3 മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയുടെ നിശബ്ദതയിൽ ആ ആത്മാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തശ്ശി ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. തറവാടിന്റെ സ്ഥാപകയായ മുത്തശ്ശിയുടെ സംസ്കാര ചടങ്ങുകൾ വളരെ വലിയ രീതിയിലാണ് നടന്നത്. നഗരത്തിലെ പ്രമുഖരെല്ലാം സുൽത്താനയുടെ നേതൃത്വത്തിൽ നടന്ന ആ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ റയാനും ലുബിനയും ആ ആൾക്കൂട്ടത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. തങ്ങളെ ഒരുപാട് സ്നേഹിച്ച ആ വലിയ സ്ത്രീയുടെ വിയോഗത്തിൽ ഉള്ളുരുക്കി കരയുകയായിരുന്നു. മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് 2 ആഴ്ചകൾക്ക് ശേഷം അൽമഹാന കുടുംബത്തിന്റെ വിൽപത്രം വായനയ്ക്കുള്ള ദിവസമെത്തി. തറവാടിന്റെ വലിയ ഔദ്യോഗിക ഹാളിൽ സുൽത്താന വളരെ ഗർവോടെ ഇരിപ്പുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കോടികളുടെ സ്വത്തുക്കളും ആഭരണങ്ങളും ഇനി തനിക്കും തന്റെ മകനും മാത്രമുള്ളതാണെന്ന അഹങ്കാരം അവരുടെ മുഖത്തുണ്ടായിരുന്നു. റയാൻ വളരെ നിസ്സംഗനായി ഒരിടത്തിരുന്നു. ലുബിന ആ ഹാളിലേക്ക് വരാൻ മടിച്ചുവെങ്കിലും മുത്തശ്ശിയുടെ വക്കീലിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം അവൾക്ക് അവിടെ വരേണ്ടി വന്നു. അവൾ വാതിലിനരികിൽ മാറി നിന്നു. കുടുംബത്തിന്റെ ലീഗൽ അഡ്വൈസർ മിസ്റ്റർ അഹമ്മദ് വിൽപത്രത്തിന്റെ കവർ പതുക്കെ പൊട്ടിച്ചു. ഹാളിൽ കനത്ത നിശബ്ദത പടർന്നു. അമീറ അൽമഹാന എഴുതിവെച്ച വിൽപത്രത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഞാൻ ഇവിടെ വായിക്കാം. വക്കീൽ കണ്ണട ശരിയാക്കി വായിക്കാൻ തുടങ്ങി. എന്റെ മരുമകൾ സുൽത്താനയ്ക്ക് അബുദാബിയിലെ ബീച്ച് ഹൗസും എന്റെ വ്യക്തിപരമായ ആഭരണ ശേഖരവും ഞാൻ നൽകുന്നു. അവൾ അത് വിവേകത്തോടെ ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും എനിക്ക് അതിൽ സംശയമുണ്ട്. അത് കേട്ടതും സുൽത്താനയുടെ മുഖം വിളറി വെളുത്തു. കാരണം വലിയ സ്വത്തുക്കളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കി. വക്കീൽ തുടർന്നു. എന്റെ പേരമകൻ റയാൻ അൽമഹാനയ്ക്ക് കുടുംബത്തിന്റെ മുഴുവൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നിയന്ത്രണവും ഈ തറവാടും നമ്മുടെ ചാരിറ്റി ഫൗണ്ടേഷന്റെ ചുമതലയും ഞാൻ നൽകുന്നു. എന്നാൽ വക്കീൽ വായന നിർത്തി റയാനെ നോക്കി. ഈ സ്വത്തുക്കൾ റയാന് ലഭിക്കണമെങ്കിൽ വിൽപത്രത്തിലെ ഒരു പ്രത്യേക നിബന്ധന അവൻ പാലിക്കേണ്ടതുണ്ട്. റയാൻ 1 വർഷത്തിനുള്ളിൽ വിവാഹം കഴിക്കണം. ആ വിവാഹം പണത്തിനോ ബിസിനസ് ലാഭത്തിനോ വേണ്ടിയാകരുത്, മറിച്ച് യഥാർത്ഥ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അവൻ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടിയെ 3 പേരടങ്ങുന്ന ഒരു കൗൺസിൽ അംഗീകരിക്കണം. ഒന്നാമത്തേത് ഞാൻ തന്നെയാണ്, രണ്ടാമത്തേത് ഈ വക്കീൽ, മൂന്നാമത്തേത് ലുബിന വളർന്ന സിറ്റി ഹോപ്പ് അനാഥാലയത്തിലെ ഡയറക്ടർ ഫറ മേഡം. ഈ നിബന്ധനകൾ റയാൻ ലംഘിക്കുകയോ അല്ലെങ്കിൽ കൗൺസിൽ പെൺകുട്ടിയെ നിരസിക്കുകയോ ചെയ്താൽ അൽമഹാന ഗ്രൂപ്പിന്റെ മുഴുവൻ സ്വത്തുക്കളും തൊട്ടടുത്ത ദിവസം തന്നെ അനാഥാലയങ്ങൾക്കും ചാരിറ്റി സ്ഥാപനങ്ങൾക്കുമായി കൈമാറ്റം ചെയ്യപ്പെടും. എന്ത്? ഇത് ശുദ്ധ ഭ്രാന്താണ്. സുൽത്താന സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അമ്മായി അമ്മക്ക് മരിക്കാറായപ്പോൾ ബുദ്ധിഭ്രമം സംഭവിച്ചതാണ്. ഒരു അനാഥാലയത്തിലെ ഡയറക്ടറാണോ എന്റെ മകന്റെ വധുവിനെ തീരുമാനിക്കുന്നത്? ഇത് നിയമപരമായി നിലനിൽക്കില്ല. ക്ഷമിക്കണം മാഡം, ഇത് നിയമപരമായി പൂർണ്ണമായി നിലനിൽക്കുന്ന വിൽപത്രമാണ്. ഇതിൽ മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ല. വക്കീൽ വളരെ ശാന്തമായി മറുപടി നൽകി. തുടർന്ന് അദ്ദേഹം റയാന്റെ അരികിലേക്ക് ചെന്ന് ഒരു സീൽ ചെയ്ത കവർ കൈമാറി. റയാൻ, ഇത് മുത്തശ്ശി നിനക്കായി തന്ന കത്താണ്. നീ നിന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാത്രം തുറന്നു വായിക്കാനുള്ള കത്ത്. റയാൻ ആ കവർ വാങ്ങി തന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. അവൻ പതുക്കെ തിരിഞ്ഞ് വാതിലിനരികിൽ വിറച്ചു നിൽക്കുന്ന ലുബിനയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയവും അത്ഭുതവും നിറഞ്ഞു നിന്നിരുന്നു. സുൽത്താനയും ദേഷ്യത്തോടെ ലുബിനയെ നോക്കി. വിൽപത്രത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം തറവാടിന്റെ വലിയ തോട്ടത്തിലെ ആ പഴയ ഇരിപ്പിടത്തിൽ ലുബിന തനിച്ചിരിക്കുകയായിരുന്നു. നഗരത്തിലെങ്ങും അൽമഹാന കുടുംബത്തിലെ കോടീശ്വരനായ റയാൻ ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നിരുന്നു. ആളുകൾ അതിനെ അത്ഭുതത്തോടെയും ചിലർ പരിഹാസത്തോടെയും നോക്കിക്കണ്ടു. പെട്ടെന്നാണ് ലുബിനയുടെ മുന്നിലേക്ക് റയാൻ വന്നു നിന്നത്. അവൻ പതുക്കെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ വിറക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. ലുബിന, എന്റെ മുത്തശ്ശിക്ക് നന്നായി അറിയാമായിരുന്നു എന്റെ ഉമ്മ നമ്മുടെ പ്രണയത്തിന് സമ്മതിക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഉമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം മുത്തശ്ശി ഈ വിൽപത്രം എഴുതി വെച്ചത്. പക്ഷേ എനിക്ക് എന്റെ സ്വത്ത് നിലനിർത്താനല്ലേ ലുബിന നിന്നെ വേണ്ടത്. നീ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വെറുമൊരു യന്ത്രമായിരുന്നു. പണത്തിന് പിന്നാലെ ഓടി മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു യന്ത്രം. നീ എന്നെ വീണ്ടും ചിരിക്കാൻ പഠിപ്പിച്ചു. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി തന്നു. എനിക്ക് നിന്നെ വേണം ലുബിന, എന്റെ ജീവിതകാലം മുഴുവൻ. നീ എന്നെ വിവാഹം കഴിക്കുമോ? റയാന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് ലുബിനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സുൽത്താനയുടെ ഭീഷണികളോ താൻ ഒരു അനാഥയാണെന്ന സങ്കടമോ ഒന്നും ആ നിമിഷം അവളെ തളർത്തിയില്ല. മുത്തശ്ശിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി. അവൾ പതുക്കെ തലയാട്ടി. സമ്മതം മൂളി.
വിവാഹത്തിൽ പ്രതിഷേധിച്ച് സുൽത്താന അൽ മഹാന തറവാട് വിട്ട് അബുദാബിയിലെ ബീച്ച് ഹൗസിലേക്ക് മാറി താമസിച്ചു. എങ്കിലും ലുബ്ന വളർന്ന അനാഥാലയത്തിലെ ഫറാമേഡവും മുത്തശ്ശിയുടെ വക്കീലും സന്തോഷത്തോടെ ഈ ബന്ധത്തിന് അനുമതി നൽകി. അടുത്ത ആഴ്ച തന്നെ ദുബായിലെ ഒരു ചെറിയ പള്ളിയിൽ വെച്ച് അവരുടെ നിക്കാഹ് നടന്നു. സുൽത്താനയും വലിയ ബിസിനസ്സുകാരും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. പകരം ലുബ്നയുടെ അനാഥാലയത്തിലെ കുട്ടികളും തറവാട്ടിലെ പ്രായമായ വേലക്കാരും അടങ്ങുന്ന 50ഓളം വരുന്ന ആത്മാർത്ഥതയുള്ള മനുഷ്യർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ലളിതമായ വെള്ളവസ്ത്രമണിഞ്ഞ് മാലാഖയെ പോലെ പുഞ്ചിരിച്ചു നിന്ന ലുബ്നയുടെ കഴുത്തിൽ റയാൻ മഹർ ചാർത്തി. വിവാഹത്തിന് ശേഷം റയാൻ മുത്തശ്ശി നൽകിയ ആ രഹസ്യ കത്ത് തുറന്നു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ പ്രിയപ്പെട്ട റയാൻ, നീ ലുബ്നയെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ നിനക്ക് നൽകിയത് ഈ നഗരത്തിലെ ഒന്നിനും തരാൻ കഴിയാത്ത ആത്മാർത്ഥമായ സ്നേഹമാണ്. നിന്റെ ഉമ്മ പണത്തിന് പിന്നാലെ പോയി ജീവിതം നഷ്ടപ്പെടുത്തിയവളാണ്. അവളെയോർത്ത് സങ്കടപ്പെടേണ്ട. നീ സ്നേഹത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുക. ഈ വലിയ കൊട്ടാരത്തിൽ കുട്ടികളുടെ ചിരികൾ നിറയട്ടെ. ഓർക്കുക, പണം ഒരു പദവിയല്ല, അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. എന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. കത്ത് വായിച്ചു തീർന്നപ്പോൾ റയാന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ ലുബ്നയെ ചേർത്ത് പിടിച്ചു. 6 മാസങ്ങൾ കടന്നുപോയി. ലുബ്ന തന്റെ നഴ്സിംഗ് പരീക്ഷയിൽ 1ാം റാങ്കോടെ വിജയിച്ച് കുട്ടികളുടെ വലിയൊരു ആശുപത്രിയിൽ സേവനം ചെയ്യാൻ തുടങ്ങി. റയാൻ തന്റെ സ്വത്തിന്റെ വലിയൊരു പങ്ക് ഉപയോഗിച്ച് അനാഥ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഒരു വലിയ ഫൗണ്ടേഷൻ ആരംഭിച്ചു. തറവാടിന്റെ ഒരു ഭാഗം അവർ പാവപ്പെട്ടവർക്കായി സൗജന്യ മെഡിക്കൽ ക്ലിനിക്കാക്കി മാറ്റി. തുടക്കത്തിൽ കടുത്ത ദേഷ്യത്തിലായിരുന്ന സുൽത്താന തങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേര് ലുബ്നയിലൂടെ കൂടുതൽ ഉയരുന്നത് കണ്ട് പതുക്കെ മനസ്സുമാറി. ലുബ്നക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചതോടെ സുൽത്താനയുടെ ഉള്ളിലെ അഹങ്കാരമെല്ലാം അലിഞ്ഞുപോയി. അവർ കൊച്ചുമകളെ നെഞ്ചോട് ചേർത്ത് ലുബ്നയെ കണ്ണീരോടെ സ്വന്തം മകളായി സ്വീകരിച്ചു. ഒരു ദിവസം രാത്രി ദുബായ് നഗരത്തിന്റെ തിളങ്ങുന്ന വിളക്കുകളിലേക്ക് നോക്കി റയാനും ലുബ്നയും തങ്ങളുടെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ലുബ്ന, അന്ന് ആ തെരുവിൽ വെച്ച് നീ ആ വൃദ്ധയ്ക്ക് ശ്വാസം നൽകിയപ്പോൾ നീ യഥാർത്ഥത്തിൽ രക്ഷിച്ചത് എന്റെ ജീവനായിരുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറും ഒരു കല്ലായി മാറിപ്പോയേനെ. റയാൻ ലുബ്നയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ലുബ്ന റയാന്റെ തോളിലേക്ക് തല ചായ്ച്ചു. നമ്മൾ പരസ്പരം രക്ഷിക്കുകയായിരുന്നു റയാൻ. വിധി നമ്മളെ ചേർത്ത് വെച്ചത് വെറുതെയല്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കെ 2 വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നും വന്ന ഒന്നായ ആ 2 ഹൃദയങ്ങൾ സ്നേഹത്തിന്റെ പുതുചരിത്രം എഴുതിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. പ്രിയമുള്ളവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ കഥകളും ജീവിത സത്യങ്ങളും ഇനിയും കേൾക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.